നമസ്കാരം. ഡൽഹിയിൽ ബി.ജെ.പിയുടെ വരവിന് കാരണം കോൺഗ്രസിന്റെ സ്വാർത്ഥതയാണോ? എവിടെയാണ് കോൺഗ്രസിന് പാളിയത്? എന്തുകൊണ്ട് ആം ആദ്മി തോറ്റു? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തങ്ങൾക്കെതിരെ അതിശക്തമായി വളരുന്ന ഒരേയൊരു എതിരാളി ആം ആദ്മി പാർട്ടിയാണ് എന്ന തിരിച്ചറിവും അതിനെ തുടർന്ന് അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടവുമാണ് ഡൽഹിയിൽ നേരിട്ട ശക്തമായ തിരിച്ചടിക്ക് കാരണമെന്ന് കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നു. ഡൽഹിയിൽ ഒരുപക്ഷെ ആപ്പിനോടൊപ്പം ചേർന്നു നിന്നിരുന്നു എങ്കിൽ തങ്ങൾക്ക് മുഖം രക്ഷിക്കാമായിരുന്നു എന്നും കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഡൽഹിയിൽ ബി.ജെ.പി ജയിച്ചത് തങ്ങൾക്ക് ലോങ് റണ്ണിൽ ഗുണം ചെയ്യുമെന്നും വിലയിരുത്തലും AICC നടത്തുന്നുണ്ട്. ഇപ്പോൾ ആപ്പ് തോറ്റാൽ അവർ ചിത്രത്തിൽ നിന്നും ക്രമേണ ഇല്ലാതാകും. തുടർന്ന് ബി.ജെ.പിക്കെതിരായ വികാരം ശക്തിപ്പെടുമ്പോൾ ബി.ജെ.പി വേഴ്സസ് കോൺഗ്രസ് എന്ന ഫോർമുലയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു വരും എന്നുമാണ് അവർ കരുതുന്നത്. ഏതായാലും ഡൽഹിയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ്. 27 കൊല്ലത്തിന് ശേഷം ഡൽഹി തിരിച്ചുപിടിച്ചതിന്റെ ആഘോഷങ്ങൾ ബീഹാറിൽ പ്രതിഫലിക്കുമെന്നും അതിലൂടെ നിതീഷ് കുമാറിനെ വെട്ടിയൊതുക്കി ബി.ജെ.പിക്ക് ശക്തമായി മുന്നേറാനുള്ള വഴിയൊരുക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ മങ്ങിയ ജയത്തിന് പിന്നാലെ NDA സർക്കാരിന്റെ ഭാവി പലരും ചോദ്യം ചെയ്തിരുന്നു. ഘടകകക്ഷികൾ പലരും ബി.ജെ.പിക്ക് പാലം വലിച്ചാൽ സർക്കാർ താഴെ വീഴുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഹരിയാനയിലും ഡൽഹിയിലും നേടിയ തകർപ്പൻ വിജയം കേന്ദ്ര സർക്കാരിന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുഡാപ്പികളെ സുഖിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ സുഡാപ്പികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചർച്ചകളും നടത്തുകയാണ്. എല്ലാ പാർട്ടികളും ഒന്നിച്ചു മത്സരിച്ചാൽ അതിനും വലിയ എതിർപ്പുകൾ ഉണ്ടാകും. അപ്പോഴും ബി.ജെ.പിക്ക് ജയിക്കാൻ സാധ്യത ഏറെയാണ്. ഇപ്പോഴത്തെ ഡൽഹി രാഷ്ട്രീയം അത്രമാത്രം കേജ്രിവാളിനെ പൊതുസമൂഹം എതിർത്തു എന്നതാണ് യാഥാർത്ഥ്യം. പട്ടിണി പാവങ്ങളുടെ നേതാവായി ഇറങ്ങിത്തിരിച്ച കേജ്രിവാൾ റിമോട്ട് കൺട്രോളുള്ള ഗേറ്റും വാഹനവും ഒക്കെ ആയി സുഖജീവിതം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇവൻ പട്ടിണി പാവങ്ങളുടെ നേതാവല്ലെന്ന്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇനി എന്തുകൊണ്ട് ആപ്പ് തോറ്റു എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അണ്ണാ ഹസാരെ. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മദ്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഹസാരെ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം, ചിന്തകൾ ശുദ്ധമായിരിക്കണം, ജീവിതം കുറ്റമറ്റതായിരിക്കണം, ത്യാഗമായിരിക്കണം. ഈ ഗുണങ്ങൾ വോട്ടർമാർക്ക് നേതാക്കളിൽ വിശ്വാസമുണ്ടാകാൻ കാരണമാകും. എന്നാൽ ഈ ഗുണങ്ങളൊന്നും താൻ കേജ്രിവാളിൽ നിന്നും കണ്ടിട്ടില്ലെന്നാണ് അണ്ണാ ഹസാരെ പറയുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കേറ്റ തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു ഹസാരെയുടെ ഈ വിമർശനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.